ഇല അതൊക്കെ ചേർത്തു. അതിനുശേഷം കടുക് വറുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും കടുകും കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് അതിൽ ലാസ്റ്റ് കുറച്ച് കായം പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ കട്ടക്കായം ചേർത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറി വേവിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതുകൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ സാമ്പാർ കിട്ടും. അപ്പം ഞാനിതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. പിന്നീട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കറിവേപ്പിലയും വെണ്ടയ്ക്കായും സവാളയും ചേർത്തിട്ട് വഴറ്റി ഉപ്പിട്ട് വേവിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ചോറ് വച്ചിട്ടുണ്ട്, അത് അടുപ്പിലാണ് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവ പൊട്ടിച്ച ശേഷം മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടിച്ചൂര എന്ന് പറയും, ചെറിയ ചൂരയാണ് കിട്ടിയിരിക്കുന്നത്. ഇഞ്ചി വഴറ്റി, മുളക് പൊടി മല്ലിപ്പൊടി വഴറ്റി, തേങ്ങയും ചെറിയ ഉള്ളിയും മഞ്ഞളും കൂടി ചേർത്ത് അരപ്പ് തേങ്ങ അരപ്പ് കറിയാണ് ചേർത്തിട്ടുണ്ട്. പിന്നെ മീൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് ചേർക്കും. ഉപ്പൊക്കെ ചേർത്ത ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചാൽ മതി. ഒരു 15 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ റെഡിയാവും. ഞങ്ങളുടെ നാട്ടിൽ അടുത്ത് അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കണ്ട ആ ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. പല രീതിയിൽ വയ്ക്കാം, പക്ഷേ ഞങ്ങൾ കൂടുതലും ചെയ്യുന്ന രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റൊക്കെയാണ്. പിന്നീട് മീൻ വറുക്കാനായിട്ട് കൊഴിയാള എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു മീനാണ്. എന്താണ് മറ്റുള്ളവർ പറയുന്നത് അറിയത്തില്ല. അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ച് ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ മെനു ആണിത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. സാമ്പാർ, മെഴുക്ക് വരട്ടി, വറുത്ത മീൻ, ചൂര മീൻ കറി, ചോറ്, അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ചെറിയ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്കതങ്ങനെ മൈഗ്രെയിൻ വരാറുണ്ട്. വൈകുന്നേരമൊക്കെ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്.